കുറച്ച് നാളായിട്ട് മറിയാമ്മ വീട്ടിൽ എപ്പോൾ നോക്കിയാലും സിൻഡ്രല്ല റിങ് വാങ്ങിക്കണം, സിൻഡ്രല്ല റിങ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ബഹളമാണ്. ഇത് കേട്ട് കേട്ട് നാച്ചുവൊക്കെ ഉറക്കത്തിൽ ഞെട്ടി എണീറ്റ് സിൻഡ്രല്ല റിങ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അബിക്കുട്ടിയാണെങ്കിൽ ഡാഡാന്നൊന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ല. അതിക്ക് മുന്നേ ഇപ്പോൾ സിൻഡ്രല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഓടി നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതിനൊരു അവസാനം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീക്കെൻഡൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് ഇറങ്ങി. സാധാരണ ലേഡീസിനൊക്കെ ഓർണമെന്റ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രേസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിത് വാങ്ങിക്കാൻ വേണ്ടി മദീന സെയ്ദിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിൽ പയ്യന്നൂർ കണ്ടിട്ട് പൊറോട്ടയും ബീഫെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പച്ചക്കുതിര സിനിമയിൽ ദിലീപ് പറയണവരെ ഫുഡ് ഫുഡ് എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും. പണ്ടൊക്കെ ഒരു ദിവസം 7-8 ചായയൊക്കെ കുടിച്ചിരുന്നു മറിയാമ്മ. പിന്നെ പതുക്കെ നിർത്തിച്ചതാണ്. ഞാൻ മമ്മീനോട് അന്ന് ചോദിച്ചിരുന്നു, മമ്മിക്ക് ഇതിനെ വളർത്തുന്ന നേരം കൊണ്ട് ഒരു ചായക്കട തുടങ്ങിയെങ്കിൽ ഇപ്പോൾ കോടീശ്വരി ആവായിരുന്നല്ലോ എന്ന്. സാധാരണ പോലെ തന്നെ മറിയാമ്മയാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടറായിട്ട് ഒരു ഫിഷ് ഫില്ലറ്റ്, ഇതേപോലത്തെ ഒരു സംഭവം. മറിയാമ്മയും കൂട്ടി ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം മറിയാമ്മ പറയും ഇതെനിക്ക്, അതെനിക്ക്, ഇതെനിക്ക്. നല്ല നല്ല പീസുകൾ മറിയാമ്മ എടുത്ത് വയ്ക്കും. നമ്മൾ ആരും അതുമ്പോൾ പിന്നെ തൊടാൻ നിൽക്കില്ല. അതുമാത്രമല്ല, ഇപ്പം 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ പ്ലേറ്റും നോക്കിയിട്ട് അതിൽ ഏതാണ് ഏറ്റവും വൃത്തിയുള്ളതും ഏറ്റവും ഭംഗിയുള്ളതും നോക്കിയിട്ട് ആളെടുക്കും. അങ്ങനത്തെ കുറേ വൃത്തികെട്ട അസുഖങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഷിൻ്റെ പേര് ഫിഷ് കാന്താരി എന്നാണ്. ഇതൊരു സ്റ്റാർട്ടറായിട്ടാണ് കഴിക്കുന്നത്. ഹമൂറാണ് ഈ ഫിഷ് വരുന്നത്. 7 ദിറംസ് എന്തോ ആണ്. പക്ഷേ ഗംഭീര ടേസ്റ്റ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഭയങ്കരമായി മസാലയൊക്കെ ഇട്ട് അടിപൊളി ഒരു സംഭവം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്. മറിയാമ്മയുടെ പ്ലേറ്റിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് തന്നെ ഇരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ടെറിട്ടറി കയറി ആക്രമിക്കുള്ളൂ. നമ്മൾ അറിയുകൂടിയില്ല. അത്രയ്ക്ക് സ്കില്ലാണ്. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പട്ടി ഇറച്ചിക്കടയിലേക്ക് നോക്കിയിരിക്കുന്നവർ ഇങ്ങനെ നോക്കിയിരിക്കും നമ്മൾ കഴിക്കുന്നത്. അതിലും ഭേദം കൊടുക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറിയാമ്മ ഓർഡർ ചെയ്ത അടുത്ത ഐറ്റംസ് എത്തിയത്. 3-4 പൊറോട്ട, ഒരു കപ്പയും ബീഫും, ഒരു ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈയും പൊറോട്ടയും മറിയാമ്മയുടെ ഫേവറേറ്റ് ആയിട്ടാണ്. അല്ലെങ്കിൽ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയ എന്ത് കണ്ടാലും അപ്പം തന്നെ തിന്നു തീർക്കുന്ന ഒരു പ്രത്യേക സ്വഭാവകാരിയാണ് മറിയാമ്മ. പണ്ടേതോ പശുവോ പോത്തോ എന്തോ കുത്താനോ ഓടിച്ചിട്ടുണ്ട്. അന്ന് ചെറുതായിരുന്നുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റിയില്ല. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പോത്തിനെയും പശുവിനെയും കാണാനും കിട്ടണില്ല UAE-ൽ. അതുകൊണ്ട് ഇങ്ങനെ വരുന്നതൊക്കെ ഞാൻ തിന്ന് തീർത്ത് എൻ്റെ പ്രതികാരം നടത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിന്നെ പട്ടിയും ഓടിച്ചിട്ടുണ്ടല്ലോ പണ്ട് എന്ന്. അതിനൊന്നും ഉത്തരവില്ല. ലാസ്റ്റ് ടൈം മറിയാമ്മയുടെ ബ്ലഡ് റിസൾട്ടിലെ കൊളസ്ട്രോൾ കണ്ട ഡോക്ടർ പ്രത്യേകം ചോദിച്ചു മോളെന്താ വീട്ടിൽ കഴിക്കണേന്ന്. അപ്പം മറിയാമ്മ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നുണ്ടായിരുന്നു, ബീഫാണ് എനിക്കിഷ്ടം, ഞാൻ കൂടുതലും കഴിക്കുന്നത് ഇതാണെന്ന്. അന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്നു മോളെ പോത്തിൻ്റെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്താൽ അതിനുണ്ടാവില്ലല്ലോ ഇത്രയും കൊളസ്ട്രോൾ എന്ന്. അങ്ങനെ മറിയാമ്മ അടുത്തൊരു ചായയും കൂടി ഓർഡർ ചെയ്തു. അപ്പോൾ ഫുഡ് അടി ഏകദേശം അവസാനിച്ചിരിക്കുന്നതായി നമുക്ക് കണക്കാക്കാം. അങ്ങനെ ഞാൻ നേരെ ബില്ലൊക്കെ പേ ചെയ്ത് കുറച്ച് ജീരകമൊക്കെ പറക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. നാച്ചു ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റേഷനരിയിൽ നിന്ന് കല്ല് പറക്കണവരെ ഇതിൽ നിന്ന് ജീരകം മിഠായി മാത്രം എടുത്തിട്ട് അവന് പറക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ. അങ്ങനെ ഫുഡുമായിട്ടുള്ള മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് മറിയാമ്മ അങ്കത്തട്ടിലോട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് വലിയ വലിയ സംഭവങ്ങളൊക്കെ എന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ചൂണ്ടുവിരലിടുന്ന ഒരു സിൻഡ്രല്ല മോതിരം, അതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. അതുകൊണ്ട് ചുറ്റുവട്ടത്ത് ഇങ്ങനെ പല പ്രലോഭനങ്ങളും കാണും. കണ്ണടച്ച് നേരെ നടന്നോളൂ, ഞാൻ ആ ഷോപ്പിലേക്ക് കൊണ്ടുവന്നാക്കിക്കോളാം. അങ്ങനെ നമ്മളിപ്പോൾ